യാത്രാവിലക്ക് കാരണം നാട്ടിൽ കുടുങ്ങിയ വ്യക്തികളുടെ താമസ വിസ കാലാവധി UAE നീട്ടി നൽകുമെന്ന സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ്. ഏറെ നിർണായകമായ ഈ ഘട്ടത്തിലാണ് UAE സ്വമേധയാ താമസ വിസ കാലാവധി നീട്ടി നൽകുന്നത്. താമസ കുടിയേറ്റ വകുപ്പ്, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നിവയുടെ വെബ്സൈറ്റുകളിലൂടെയാണ് ഈ സന്തോഷം പ്രവാസികളെ തേടിയെത്തിയിരിക്കുന്നത്. എന്നാൽ UAEയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രവാസികളിൽ പലരുടെയും താമസ വിസ കാലാവധി നവംബർ 9 വരെ നീട്ടിയിട്ടുമുണ്ട്. ഡിസംബർ 9 മുമ്പ് വിസ പുതുക്കണം. ആദ്യം ദുബായ് വിസക്കാർക്ക് മാത്രമാണ് കാലാവധി നീട്ടിക്കിട്ടുക. പിന്നീട് അബുദാബി വിസക്കാരിൽ പലർക്കും കാലാവധി നീട്ടിക്കിട്ടിയിട്ടുമുണ്ട്. മെയ് മാസം കാലാവധി കഴിഞ്ഞ വിസകളാണ് നീട്ടിയിരിക്കുന്നത്. കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒട്ടും വൈകാതെ തന്നെ അറിയുവാൻ സാധിക്കും. ഒട്ടനവധി പ്രവാസി മലയാളികളാണ് നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇവർക്കൊക്കെ ആശ്വാസമാകുന്ന തീരുമാനമാണ് UAE കൈക്കൊണ്ടിരിക്കുന്നത്. സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും അധികം താമസിയാതെ UAEയിലേക്ക് പ്രവേശിക്കാമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നിലവിൽ ഉണ്ടായിരുന്നില്ല. താമസ വിസയുള്ളവർക്ക് ICA, GDRFA എന്നിവയുടെ അനുമതി വാങ്ങി UAEയിലേക്ക് മടങ്ങാവുന്നതാണ്. ഇതോടൊപ്പം എൻട്രി പെർമിറ്റ് ഉള്ളവർക്കും വരാമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരുന്നു. എന്തായാലും പ്രവാസി ലോകം കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് അനുകൂലമായ ഈ തീരുമാനങ്ങൾക്കായി. അതോടൊപ്പം തന്നെ വിമാന സർവീസുകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്ക് UAE നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. 3 മാസത്തിലേറെയായി നിലനിൽക്കുന്ന യാത്രാവിലക്കിന് ശേഷം അനുവദിച്ചു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ പ്രവാസി കൂട്ടത്തോടെ യാത്രയ്ക്കൊരുങ്ങുന്നതിനെ തുടർന്നാണിത്. വരുന്ന ഏതാനും ദിവസങ്ങളിൽ കൂടി ടിക്കറ്റ് നിരക്ക് കൂടി തന്നെ ഇരിക്കുമെന്നാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന സൂചന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.